सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडलं वार्तिककारमन्यान् अस्मद्गुरोन् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ ഒരു പദ്യത്തിൻ്റെ അർത്ഥം കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ, അത് കിട്ടി. അതായത് 18ാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം 25ാമത്തെ പദ്യത്തിൻ്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പിത്തം ബാധിച്ചവന് പാലിനോട് ഒരു താല്പര്യമില്ലായ്മ തോന്നും എന്ന് പറഞ്ഞല്ലോ, അത് ആ പദ്യത്തിൻ്റെ അർത്ഥം 114ാമത്തെ പേജിൽ 25ാമത്തെ പദ്യത്തിൻ്റെ താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് വായിച്ചിട്ട് ഇന്നത്തെ പദ്യത്തിലേക്ക് കിടക്കാം. സദ്ഗ്രന്ഥങ്ങൾ വായിച്ചുണരാതെ അജ്ഞാനതമസിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന വിഷയലംബടന്മാർ സത്തുക്കളുടെ ഉപദേശസാരം ഗ്രഹിക്കുന്നതാണോ മായാന്ധകാരം തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന അറിവായി ഭവിക്കുന്നു. ഇങ്ങനെയുള്ള അസത്തുക്കൾ അരുൾ സ്വരൂപിയായി അരുൾ ഭ്രാന്ത് പിടിച്ച് ആനന്ദിക്കുന്ന ജ്ഞാനികളെ വെറും ഭ്രാന്തരെന്ന് മതിക്കുന്നതിൽ എന്താണ് ആശ്ചര്യം? ജ്വരം പിടിച്ചവന്റെ നാക്കിന് പാലിന്റെ രസം അറിയാനൊക്കുന്നതാണോ? ഇരുട്ടിൽ മാത്രം കാഴ്ചയുള്ള മൂങ്ങയ്ക്ക് ആദിത്യൻ ശത്രുവായി ഭവിക്കുന്നില്ലേ? ഇതേ പ്രകാരമാണ് അജ്ഞാനികൾക്ക് സാക്ഷാത് ജ്ഞാനികളെ അറിയുന്നതിനിടവരാതിരിക്കുന്നത്. അപ്പോൾ ആ കുറവും തീർന്നു. ഇന്ന് നമുക്ക് വായിക്കേണ്ടത് എൻ്റെ പുസ്തകത്തിലെ 211ാമത്തെ പദ്യവും മലയാളം പുസ്തകത്തിലെ 21ാമത്തെ പദ്യവുമാണ്. 113ാമത്തെ പേജിൽ 21ാമത്തെ പദ്യം. ആ പദ്യം വായിക്കാം. ഉടർപോകം പോഹ ഉയിർ പകൈ പോയി പേറും കെട താനും തന്നറിവും കെട്ടോർ നടക്കുമ്പോൾ ആകായം ശാണ്ടിൽ പോല ആവതല്ലാർ പൂരണർക്ക് പോകാ ഊരുണ്ടോ പുകൽ. ഉടർഭോഗം പോക, ശരീരഭോഗങ്ങൾ, ശരീരസുഖങ്ങൾ അല്ലെങ്കിൽ സുഖത്തെക്കുറിച്ചുള്ള വിഷയസുഖത്തെക്കുറിച്ചുള്ള വിചാരം നഷ്ടമായി. ശരീരസുഖം അഥവാ ഇന്ദ്രിയ സുഖം, അതും അല്ലെങ്കിൽ ലൗകിക സുഖം അല്ലെങ്കിൽ വിഷയസുഖം എല്ലാം ഒന്ന് തന്നെ. മറ്റൊന്നിനെ ആശ്രയിച്ച് നാം അനുഭവിക്കുന്ന ഏതു സുഖവും ക്ഷണികം. സ്വരൂപം തന്നെ സുഖമാണ്. ഈ ആത്മാവിന്റെ സ്വരൂപം ആനന്ദമാണ്. സ്വരൂപ സുഖം എന്ന് പറയുന്നത് ശാശ്വതമാണ്, നിരന്തരമാണ്. അതെന്നും നമ്മോടൊപ്പം ഉണ്ടാവും. ഒരവസ്ഥയിലും അതിന് ക്ഷയം സംഭവിക്കുന്നില്ല, നാശവും സംഭവിക്കുന്നില്ല. ആ ആത്മാനന്ദം ഉള്ളിൽ നേടിക്കഴിഞ്ഞാൽ ഉടർഭോഗം പോകും. ശരീരത്തെ ആശ്രയിച്ചുള്ള സുഖം, ആ സുഖങ്ങളിലൊക്കെ നീരസം അല്ലെങ്കിൽ വിരക്തി ഉണ്ടാവും. ഉടർഭോഗം പോക, ലൗകിക സുഖങ്ങളിലുള്ള തൃഷ്ണ പോയി. ഉയിർ പകൈ പോയി. ഉയിർ പകൈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉയിർ എന്നതിന് പ്രാണൻ നല്ല അർത്ഥം, ആത്മാവ് എന്നാണ് അർത്ഥം. കാരണം ഈ ആത്മാവിനെ പ്രാണന്റെ പ്രാണൻ എന്നാണ് പറയുന്നത്. ചക്ഷുഷഃ ചക്ഷുഹു, മനസോ മനസഃ, ശ്രോത്രസ്യ ശ്രോത്രം, പ്രാണസ്യ പ്രാണഃ. ഇങ്ങനെയൊക്കെയാണ് ഈ ചൈതന്യത്തെ ഉപനിഷത്ത് വർണ്ണിക്കുന്നത്. എന്താണ് ഈ ആത്മാവ് എന്ന് ചോദിച്ചാൽ, കണ്ണിന്റെ കണ്ണ്, ചെവിയുടെ ചെവി, മൂക്കിന്റെ മൂക്ക്, നാവിന്റെ നാവ്, ത്വക്കിന്റെ ത്വക്ക്, മനസ്സിന്റെ മനസ്സ്, പ്രാണന്റെ പ്രാണൻ, ബുദ്ധിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സത്തായി ആത്മാവായി അധിഷ്ഠാനമായി വർത്തിക്കുന്ന സാന്നിധ്യം, ഉണ്മയായ വസ്തു, അതിനെയാണ് ഇവിടെ ഉയിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉയിർ പകൈ പോയി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശത്രു പോയി. ആരാണ് ഈ ആത്മാവിന്റെ ശത്രു? നമ്മൾ സാധാരണ പറയുന്നത് അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം. അതാണല്ലോ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നത്. അപ്പൊ ആ അവിദ്യ തന്നെയാണ് ആത്മാവിന്റെ ശത്രു. പക്ഷെ അവിദ്യ എന്നുള്ളത് ജ്ഞാനം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്, ഒരു സ്ഥിതിയാണ്. ആ അവസ്ഥയിൽ പൊന്തുന്നതാണ് അഹങ്കാരം.
അതുകൊണ്ട് ഇവിടെ ആത്മാവിന്റെ ശത്രു എന്നതുകൊണ്ട് അഹങ്കാരത്തെ, ജീവബോധത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ആത്മാവിന്റെ ശത്രുവായ അഹങ്കാരം അഥവാ ആണവമലം, ആണവം, കർമ്മം, മായ, ഇങ്ങനെ 3 മുമ്മലങ്ങൾ എന്നാണ് ശൈവ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പോ ആ അഹങ്കാരമലം അത് തന്നെയാണ് ജീവഭാവം അല്ലെങ്കിൽ അഹങ്കാരം. അങ്ങനെയുള്ള അഹങ്കാരം ഉള്ളിൽ നിന്ന് പോയി അഹങ്കാരനാശം സംഭവിച്ച് പേറും കെട, പേര് എന്ന് പറഞ്ഞാൽ പ്രസവം എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ മലയാളത്തിലുള്ള വാക്കുകളുമായിട്ട് പല വാക്കുകൾക്കും ഇതിൽ സാമ്യം ഉണ്ടെങ്കിലും പക്ഷെ അർത്ഥത്തില് ഒരു ബന്ധവും ഉണ്ടാവില്ല, അർത്ഥങ്ങൾ തമ്മിൽ. പേറും കെട, പേര് എന്ന് പറഞ്ഞാൽ പെറുക എന്ന് പറഞ്ഞാൽ നേടുക എന്നാണ്. പ്രസവത്തിലൂടെ ഒരു കുഞ്ഞിനെയാണല്ലോ മാതാപിതാക്കൾ നേടുന്നത്, അല്ലെങ്കിൽ ഒരു ദമ്പതികൾ നേടുന്നത്. അതുകൊണ്ടാണ് അതിന് പേര് എന്ന് പറയുന്നത്. നേട്ടമാണത്. കുടുംബത്തിൽ പുതിയ ഒരു അംഗം ജനിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതൊരു ലാഭമോ നേട്ടമോ ആണ്. ഇവിടെ പേറും കെട എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കിട്ടി, താൻ ആത്മാവിനെ സാക്ഷാത്കരിച്ചു എന്നുള്ള ഒരു ബുദ്ധിവൃത്തി ഉണ്ടല്ലോ, അതും പോയി. ആത്മജ്ഞാനം കിട്ടിയെന്ന് അഭിമാനിക്കാൻ ഒരു അഹങ്കാരം തന്നെ ഇല്ല. അഹങ്കാര നാശത്തിലാണ് ആത്മാനുഭൂതി പ്രകാശിക്കുന്നത്. എന്നാലും പിന്നീട് ആ ശരീരതലത്തിൽ അല്ലെങ്കിൽ ജീവഭാവത്തിൽ വരുമ്പോൾ താൻ ആ ആത്മസത്യം എന്താണ് എന്നുള്ളതിനെ നല്ലപോലെ അറിഞ്ഞു എന്നൊരു ഭാവം ഉള്ളിലുണ്ടാവും. ആ അറിവിന് സാക്ഷിയായി ശുദ്ധമായ ഒരു ഞാൻ ഉള്ളിൽ അവശേഷിക്കും. അതും പോയി എന്നാണ്. അതായത് ഒരു സാക്ഷിഭാവം, സാക്ഷിഭാവവും പോയി. കർത്തൃത്വം, ഭോക്തൃത്വം ഇവ നഷ്ടമാകുമ്പോഴാണ് ഒരാൾ സാക്ഷിയായി എന്ന് പറയുന്നത്. ഇപ്പോഴെന്താ അഹങ്കാരത്തിന്റെ തലത്തിൽ ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് പലതും വേണം, ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ സുഖാനുഭവത്തിന് വേണ്ടി ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഞാൻ കർത്താവാകുന്നു. ആ കർത്താവ് കർമ്മങ്ങൾ ചെയ്ത് പലതിനെയും ഭുജിക്കുന്നു. അപ്പോഴാണ് അയാൾ ഭോക്താവ് എന്ന് പറയുന്നത്. ഇത് രണ്ടും അഹങ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ഏതിലാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ന ഭാവത്തിൽ, അഹങ്കാരത്തിൽ. ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്. അപ്പൊ അതിനെ വിട്ടിട്ട് ആത്മസാക്ഷാത്കാരം നേടുമ്പോ ആ ആത്മാനുഭൂതിയിൽ നിന്ന് വിഷയതലത്തിലേക്ക് അല്ലെങ്കിൽ ശരീരതലത്തിലേക്ക്, അഹങ്കാര തലത്തിലേക്ക് വരുമ്പോ ഉള്ളിൽ ഒരു സ്മരണയുടെ രൂപത്തിൽ ഞാൻ ആ സത്യത്തെ അറിഞ്ഞു, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായി എന്നൊരു വൃത്തി, ചിത്തവൃത്തി അല്ലെങ്കിൽ ബുദ്ധിവൃത്തി ഉള്ളിലുണ്ടാവും. അതും പോയി. അതായത് സാക്ഷിഭാവത്തെയും കടന്നു. കേവലം എന്ന് പറയുന്ന സ്ഥിതി. സാക്ഷി എന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നാണ് അർത്ഥം. വിറ്റ്നസ്. എന്തിന്റെ സാക്ഷി എന്നൊരു ചോദ്യം വരില്ലേ? സാക്ഷി എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാര ലേശം ബാക്കിയുണ്ട്. ആ അഹങ്കാരം കൊള്ളയാണ് എന്നുള്ള കാര്യം നല്ലപോലെ മനസ്സിലായി. എന്നാലും ഞാനിപ്പോ സാക്ഷിയാണ്, ബുദ്ധിയുടെയും മനസ്സിന്റെയും, എന്തിന്, അഹങ്കാരത്തിന്റെ പോലും സാക്ഷിയാണ്. അത് വളരെ ഉയർന്ന ഒരു തലമാണ്. പക്ഷെ അതിനേക്കാളും ഉയർന്ന ഒരു തലമുണ്ട്. ഈ സാക്ഷിഭാവവും നഷ്ടമാകുന്ന തലം, ശുദ്ധചിത്തായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ, ആത്മാവായി നിൽക്കുന്ന സ്ഥിതി, കേവലത്വം സിദ്ധിക്കുന്ന സ്ഥിതി. അതിനെയാണ് ഇവിടെ പേറും കെട. ആ ആത്മലാഭവും മറന്ന് അല്ലെങ്കിൽ മറഞ്ഞ്, താനൊരു ആത്മജ്ഞാനി എന്നുള്ള വിചാരം പോലും ഇല്ല, താൻ ആത്മസാക്ഷാത്കാരം നേടി എന്നുള്ള ഭാവവും ഇല്ല. ആർക്കാണ് ഈ ആത്മസാക്ഷാത്കാരം നേടി എന്നുള്ള ഭാവം പോലും ഇല്ലാത്തത്? ബ്രഹ്മത്തിന്. ഈ ജീവനാണ് ഇതിൻ്റെയൊക്കെ അവകാശവും കൊണ്ടുവരുന്നത്. ഞാൻ ആത്മജ്ഞാനം നേടി, എനിക്ക് ആത്മജ്ഞാനം നേടണം, ആത്മാവെന്തെന്ന് അറിയണം, ആത്മസുഖം അനുഭവിക്കണം. അവസാനം ആ ബ്രഹ്മമായി സ്ഥിതി ചെയ്യുമ്പോൾ താൻ ആത്മാവിനെ നേടി ഒരു മഹാഭാഗ്യത്തിന്റെ ഉടമയായി, ധന്യനായി എന്നൊരു വിചാരമുണ്ടല്ലോ, അതും പോയി. ധന്യനായി, കൃതകൃത്യനായി എന്നുള്ള ഭാവവും പോയി. ശുദ്ധ ബ്രഹ്മമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ പേറും കെട. ആത്മലാഭം നേടി എന്നുള്ള ഭാവത്തെയും വിട്ടിട്ട് താനും തന്നറിവും കെട്ടോർ. ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം പറയുന്നു ആത്മലാഭം നേടി, പിന്നീട് പറയുന്നത് എല്ലാത്തിനെയും തൊലച്ചവർ, കളഞ്ഞു കുളിച്ചവർ. ഇതെങ്ങനെയാ രണ്ടും കൂടെ ചേരുക? ഒരിടത്ത് ആത്മലാഭം,
പേറും കെട എന്നല്ലേ പറഞ്ഞത്. ഈ ആത്മലാഭം എന്നുള്ള ഭാവത്തെയും വിട്ട് താനും തന്നറിവും കെട്ടോർ, ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം, അത് നശിച്ചു. അത് നശിക്കുമ്പോഴാണല്ലോ ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുന്നത്. താനൊരു ആത്മജ്ഞാനിയായി സത്യത്തെ താൻ ദർശിച്ചു എന്നുള്ള വിചാരവും അറ്റ്. അപ്പൊ ഈ ത്യാഗം അവസാന ഘട്ടം വരെ നമ്മുടെ ഒപ്പം ഉണ്ടാവണം. വിടുക വിടുക വിടുക, അല്ലാതെ ഒന്നിനെയും പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല. ഇവിടെ ഒക്കെ വിടേണ്ടതാണ്. എല്ലാത്തിനെയും ഉപേക്ഷിക്കണം. സാക്ഷിഭാവത്തെയും ഉപേക്ഷിക്കണം. അഹങ്കാരത്തെ ഉപേക്ഷിക്കുമ്പോഴാണ് ഈ സാക്ഷിഭാവം ഉള്ളിൽ ഉദിക്കുന്നത്. അവിടെയും അഹങ്കാരത്തിന്റെ ഒരു ചെറിയ അംശം, താൻ സാക്ഷിയാണ്, താൻ ഒന്നുമായും ബന്ധമില്ലാതെ എല്ലാറ്റിനെയും നോക്കിക്കാണുന്നവനാണ് എന്നൊരു ഭാവം ഉള്ളിലുണ്ടാവും. അതും പോണം. എന്നാലേ ശുദ്ധ ബ്രഹ്മമായി നമുക്ക് സ്ഥിതി ചെയ്യാൻ പറ്റൂ. അപ്പൊ എല്ലാം കെട 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 എന്ന് പറഞ്ഞാൽ നശിച്ച് നശിച്ച് വിട്ട് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഈ ത്യാഗത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കും. ത്യാഗം കൊണ്ടേ അമരത്വം കിട്ടൂ. ത്യാഗേനൈകേ അമൃതത്വമാനശു നകർമ്മണ ന പ്രജയാ ധനേന ത്യാഗേന ഏകേ അമൃതത്വമാനശു. മരണമില്ലാത്ത സ്ഥിതിയാണോ ഒരാൾക്ക് വേണ്ടത്? അത് കർമ്മം കൊണ്ടോ സത്സന്താനങ്ങളെ കൊണ്ടോ ധനസമൃദ്ധി കൊണ്ടോ കിട്ടില്ല. ഉപനിഷത്ത് പറയുന്നത് എന്താ? ധാരാളം പഠിച്ചത് കൊണ്ടും കിട്ടില്ല. അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കുകയും അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രഭാഷണം ചെയ്താൽ പോലും കിട്ടില്ല എന്നാണ്. പിന്നെന്താ? ഈശ്വരാനുഗ്രഹം, ഈ ആത്മാവിന്റെ തന്നെ അനുഗ്രഹം ഒരാൾക്ക് സിദ്ധിക്കുമ്പോഴാണ് അയാൾ ആത്മാവിനെ അറിയുന്നത്, അയാൾക്ക് താൻ ആരാണ് എന്നുള്ള രഹസ്യം വെളിവാകുന്നത്. അപ്പൊ എല്ലാറ്റിനെയും വിടണം വിടണം വിടണം. പക്ഷെ മനുഷ്യന് പറ്റാത്തത് ഇതാണ്. വിടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പലർക്കും. ത്യാഗം എന്ന വാക്ക് തന്നെ അവരുടെ ഉള്ളിൽ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കും. വിടണം വിടണം. വിടാനാണോ നമ്മൾ ഇവിടെ വന്നത്? വിടാനാണ് വന്നത്. നമ്മൾ ജനിക്കുമ്പോ ഒരു ശരീരമെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. മരിക്കുമ്പോ അതും വിട്ടിട്ടല്ലേ പോണത്, അല്ലെങ്കിൽ അതും കൊണ്ടുപോകുന്നുണ്ടോ? ജനന സമയത്ത് ഒരു ശരീരത്തോടു കൂടിയാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. മരണവേളയിൽ അതുമില്ലല്ലോ. ഊരെല്ലാം കൂട്ടി ഒലിക്ക് അഴുതിട്ട് പേരിനൈനേക്ക് പിണമെന്റ് പേരിട്ട് ശൂറയാം കാട്ടിനിൽ കൊണ്ടുപോയി ശുട്ടിട്ട് നീരിനിൽ മൂழ்കി നിனைவு ഒഴിന്താറുകളെ. പട്ടിണത്താർ സ്വാമികളുടെ പാട്ടാണ്. ഊരെല്ലാം കൂട്ടി ഒലിക്ക് അഴുതിട്ട്. ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ എന്താ? അയൽവക്കക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ആ വീട്ടിന്റെ മുമ്പിൽ കൂടും. വീട്ടിന്റെ മുമ്പിൽ ആള് കൂടിക്കിടന്നാൽ, ആൾക്കാർ കൂട്ടം കൂട്ടമായി നിന്നാൽ എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്, മരണം നടന്നു എന്ന് ഉറപ്പാക്കാം. കല്യാണ വീട്ടിന്റെ മുമ്പിൽ ആള് കൂടാറുണ്ട്. നിശബ്ദരായി ആളുകൾ ഏതെങ്കിലും വീട്ടിന്റെ മുമ്പിൽ കൂടി നിൽക്കുന്നു എങ്കിൽ അവിടെ മരണം സംഭവിച്ചിരിക്കുന്നു. ഊരെല്ലാം കൂട്ടി ആളുകളൊക്കെ അറിഞ്ഞറിഞ്ഞ് ഓരോരുത്തര് ഈ മരണവാർത്ത അറിഞ്ഞറിഞ്ഞ് അനുശോചനം അറിയിക്കാൻ വേണ്ടി വരും. വീട്ടുകാരോ ഒലിക്ക് അഴുതിട്ട്, വീട്ടുകാരാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരച്ചില്, തലയിലടിച്ച് കരച്ചില്. അവസാനം ഈ ശവം എടുക്കാറാകുമ്പോൾ, അതായത് ഏറ്റവും അവസാനമാണ് മുഖത്തുകൂടെ തുണി എടുക്കുന്നത്. അപ്പൊ പറയും, ആർക്കെങ്കിലും അവസാനമായിട്ട് കാണേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളാം. കാരണം ഒരിക്കൽ ശവത്തിന്റെ പുറത്തൂടെ മുഖം മൂടിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കരുത് എന്നുള്ളതാണ്. അതാണ് ശാസ്ത്രം. അപ്പൊ ആ തുണി ഇടുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിക്കും. ആർക്കെങ്കിലും അവസാനമായിട്ട് കാണാനുണ്ടോ? മുഖം മൂടാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോഴും കുറെ പേര് ഓടി വരും. 2-3 വട്ടം കണ്ടതാണ്. അടുത്ത ബന്ധുക്കൾ, ഭർത്താവാണ് മരിച്ചതെങ്കിൽ ഭാര്യ, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ്, പിന്നെ കുഞ്ഞുങ്ങൾ. ഇവർ ഓടി വരും. ഇനി കാണാൻ പറ്റില്ല തൻ്റെ അച്ഛനെയോ അമ്മയോ. അതുകൊണ്ട് അവരെല്ലാം കൂടെ ഓടി വന്ന് അവസാനം നോക്ക്. ഇപ്പോഴും അതും മൊബൈലിലാണ്. അവസാനം നോക്കല എത്ര നോക്ക് വേണമെങ്കിലും പിന്നെയും കാണാമല്ലോ. എല്ലാം ഉണ്ട്. അച്ഛൻ മരിച്ചു കിടക്കുന്നത് വരെ, അല്ലെങ്കിൽ അമ്മ മരിച്ചു കിടക്കുന്നത് വരെ മൊബൈലിലാക്കി. അത് ചുമ്മാ മൊബൈലിലാക്കലേ ഉള്ളൂ, പിന്നെ ഒന്നും കാണാറില്ല. ഇതൊക്കെ ചുമ്മാ എല്ലാം മൊബൈലിലാക്കണം, ആക്കണം എന്നുള്ളത്. ആത്മാവിനെ മാത്രം സാക്ഷാത്കരിക്കണമെന്നുള്ള ഒരു ആഗ്രഹമില്ല. അപ്പോ മുഖത്ത് തുണിയിടാൻ പോകുമ്പോ, മുഖം മൂടാൻ പോകുമ്പോ കരച്ചിൽ അതിന്റെ ഉച്ചഘട്ടത്തിലെത്തും. കൂട്ടനിലവിളിയായിരിക്കും. ഊരെല്ലാം കൂട്ടി ഒലിക്ക് അഴുതിട്ട് അടുത്തതെന്താ? പേരിനെ നീക്കി പിണമെന്റ് പേരിട്ട്.
പിണമെന്റെ പേരിട്ട്. അതിനു മുമ്പ് വരെ ആ വ്യക്തിയെ പേര് പറഞ്ഞാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ പേരാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോ പേര് പോയി, ആൺ പെൺ എന്നുള്ള വ്യത്യാസവും പോയി. ഇപ്പോൾ ഉള്ള പേരെന്തെന്നോ അത് ശവം. അപ്പൊ അത് നപുംസകലിംഗത്തിലാണ് ആൾക്കാർ അതിനെ സൂചിപ്പിക്കുന്നത്. അതിനെ ചവിട്ടരുത് എന്നാണ്. അച്ഛൻ മരിച്ചു കിടന്നാലും അച്ഛനെ ചവിട്ടരുതെന്ന് ആരും പറയില്ല. കാരണം അച്ഛൻ പോയി. ഇപ്പൊ കിടക്കുന്നത് ശവമാണ്, ജഡശരീരം. അപ്പോ അതിനെ ചവിട്ടരുത്. ജഡത്തെ പോലും ഇങ്ങനെ നമ്മൾ മറികടന്നു പോരുത് എന്നാണ്. പ്രദക്ഷിണമായി പോകണം എന്നൊക്കെയാണ്. കാരണം ഇത്രയും കാലം അച്ഛനെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ശരീരത്തെയാണ്. മരിച്ചു പോകുമ്പോഴാണ് മനസ്സിലായത് ഈ ശരീരമല്ല തൻ്റെ അച്ഛൻ. ആ ശരീരത്തിനകത്ത് വസിച്ചിരുന്ന ശരീരമല്ലാത്ത എന്തോ ഒന്നായിരുന്നു തൻ്റെ അച്ഛൻ. ആ അച്ഛൻ പോയി എന്നാ പറയുന്നത്. ഇത് നല്ല കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിക്കൂടെ? മരണം വരെ കാത്തിരിക്കണോ? ഈ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും ഒന്നും ശരീരമല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാൻ പേരിനെ നീക്കി പിണമെന്റെ പേരിട്ട് പേര് മാറ്റി ശവം എന്നൊരു പുതിയ പേര് കൊടുത്തു. ശവം. എപ്പോഴാ ബോഡി എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴാ രാമചന്ദ്രനെ എടുക്കുന്നത്, അല്ലെങ്കിൽ കൃഷ്ണപിള്ളയെ എടുക്കുന്നത്, അല്ലെങ്കിൽ സത്യവാണീശ്വര അയ്യരെ എടുക്കുന്നത്? ഒന്നുമില്ല. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, യഹൂദ വ്യത്യാസം ഒന്നുമില്ല. എല്ലാം തുല്യം. അത് അല്ലെങ്കിൽ ശവം. പൊതുവായ പേര് കിട്ടുന്ന ഒരു അവസരമാണ് അത്. പേരിനെ നീക്കി പിണമെന്റെ പേരിട്ട് ഇനി എന്ത് ചെയ്യും? ശൂറയാം കാട്ടിനിൽ കൊണ്ടുപോയി ശുട്ടിട്ട്. ശൂറയാം കാട് എന്ന് പറഞ്ഞാൽ ശ്മശാനം. മൃതദേഹം അടക്കുന്നവരുടെ കാര്യം പറയുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദേഹം ഭസ്മീകരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അതിന് എളുപ്പമായി വൈദ്യുത ശ്മശാനം, ശാന്തി കവാടം. നല്ല പേരാണ്. ആരോ അറിഞ്ഞു വച്ചിരിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു ശാന്തിയുടെ കവാടത്തിനകത്ത് പ്രവേശിക്കുകയാണ്. ശാന്തി കവാടം. ശൂറയാം ഗാർഡനിൽ കൊണ്ടുപോയി ശുട്ടിട്ട് കത്തിച്ചു കളയുന്നു, ചാമ്പലാക്കുന്നു. അടുത്ത ദിവസം പിന്നെ സഞ്ചയനത്തിന് നമ്മൾ പോകും. എല്ലുകൾ പെറുക്കിയെടുക്കാൻ മൺകുടത്തിൽ ഇട്ട് പിന്നെ അതിലെന്തോ പാലൊക്കെ ഒഴിക്കുന്ന എന്തൊക്കെയോ ഏർപ്പാടുണ്ട്. നമ്മൾ ഈ ശവപ്പെട്ടിയെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കേട്ട ഒരു തമാശയല്ല, ഒരു ചൊല്ലാണ്. എന്താണ് ഈ ശവപ്പെട്ടി എന്ന് ചോദിച്ചാൽ, ആവശ്യമുള്ളവൻ വാങ്ങുന്നില്ല. ശരിക്കും ഇപ്പോൾ ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ ഉള്ള ഒരാൾ, അവരെയാണല്ലോ ശവപ്പെട്ടിയിൽ വെച്ച് അടക്കം ചെയ്യുന്നത്. അപ്പൊ ആവശ്യമുള്ളവൻ ശവപ്പെട്ടി വാങ്ങാറില്ല. നേരത്തെ ആരും ശവപ്പെട്ടി വാങ്ങിച്ച് സൂക്ഷിക്കാറില്ല. നമ്മൾ സാധാരണ ഈ പണ്ട് ഈ തറവാടുകളിലൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ മാവ് വെച്ചേക്കും. ആ തെക്കേ മൂലയ്ക്ക് നിൽക്കുന്ന മാവ് എനിക്കുള്ളതാണെന്ന് പറയും. കാരണം ഈ മാവ് പച്ചയായിരിക്കുമ്പോൾ തന്നെ കത്തും. പച്ച അത് ഉണങ്ങണമെന്നില്ല. മറ്റ് വിറകുകളൊക്കെ മറ്റ് തടികളൊക്കെ ഉണങ്ങിയാലേ കത്തും. അപ്പൊ മാവ് അത് തെക്കേ ഇതിലുള്ളത് എനിക്കാണ്. അതുപോലെ റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ വീക്ഷണം. ഇങ്ങനെ ഓരോ മാവ് വയ്ക്കുമ്പോൾ അത് എനിക്ക് അപ്പൊ ഇവിടെ ആവശ്യമുള്ളവൻ വാങ്ങുന്നില്ല. ശരി, ഒരാൾ മരിച്ചു. ശവപ്പെട്ടി വാങ്ങിക്കാൻ അയാളല്ല പോകുന്നത്, അയാളുടെ വീട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ. വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, അവൻ അതുകൊണ്ട് പ്രയോജനമില്ല. ആവശ്യമുള്ളവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല. ഇനി ഉപയോഗിക്കുന്നവൻ അറിയുന്നില്ല. ആവശ്യമുള്ളവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവൻ അറിയുന്നുമില്ല. കാരണം അത് ശവമാണ്. അത് പെട്ടിക്കകത്ത് കിടത്തിയാലും കുഴിയിൽ നേരെ കെട്ടി താഴ്ത്തിയാലും എല്ലാം തുല്യം, ജഡം. അങ്ങനെ ശൂറയാം കാട്ടനിൽ കൊണ്ടുപോയി ശുട്ടിട്ട് കത്തിച്ച് ചാമ്പലാക്കി. അടുത്തതെന്താ? നീരിനിൽ മൂழ்കി നിனைவு ഒഴിന്താറുകളെ. ഒരു കുളിയുണ്ട്. ആ മരണം നടന്ന ശ്മശാനത്തിൽ കൊണ്ട് ആ ശരീരത്തെ ദഹിപ്പിച്ചിട്ട് കുളിച്ചിട്ടേ വീട്ടിൽ കയറാവൂ എന്നുള്ള ഇതാണ്. ആറ്റിലോ കുളത്തിലോ ഇനി അതിനൊന്നിനും സൗകര്യമില്ലാത്തവർ വീട്ടിൻ്റെ പിന്നാമ്പുറത്തൂടെ വന്ന് കുളിച്ചിട്ട് കയറുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത് എനിക്ക്. എന്തിന് കുളിക്കണമെന്നാണ് ചോദിക്കുന്നത്. എന്തിന്? ആത്മാവിന് മരണമില്ലല്ലോ. അതൊക്കെ വളരെ ശരി തന്നെ സുഹൃത്തെ, അതൊക്കെ വളരെ ശരിയാണ്. ആത്മാവിന് മരണമില്ല. ആത്മാവിന് മരണമില്ലെങ്കിൽ ആത്മാവിന് വിശപ്പുമില്ല. ഊണ് കഴിക്കരുത്. ഈ വേദാന്തത്തെ വളച്ചൊടിക്കരുത്. ആത്മാവിന് മരണം മാത്രമല്ലല്ലോ, വിശപ്പ്, ദാഹം തുടങ്ങിയ വികാരങ്ങളും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്, ദാഹിച്ചാൽ വെള്ളം കുടിക്കരുത്. കാരണം നിങ്ങൾ ആത്മാവാണ്.
അപ്പൊ ഈ വേദാന്തത്തിന്റെ പേരും പറഞ്ഞ് അനാചാരം പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിയുടെ ലക്ഷണമല്ല. എല്ലാറ്റിനെയും മറികടന്ന ഒരു സ്ഥിതിയിൽ എത്തുകയാണെങ്കിൽ ശരി. നമുക്കിപ്പോൾ നമ്മൾ ശരീരമാണ്, അല്ലെങ്കിൽ ഇത് ഈ ശരീരം എൻ്റേതാണ് തുടങ്ങിയ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചേ പറ്റൂ. അതിന് വേദാന്തത്തെ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു സൂത്രപ്പണിയായി വിചാരിക്കരുത്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു? നീരിനിൽ മൂழ்കി വെള്ളത്തിൽ നല്ലപോലെ മുങ്ങിക്കുളിച്ച് നിனைவு ഒഴിന്താറുകളെ, ഇങ്ങനെ ഒരാള് ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം പോലും മറന്നുപോകുന്നു. ഓർക്കും അടുത്ത ആണ്ടുബലിയുടെ അടുത്ത ശ്രാദ്ധ ദിവസത്തില് ഇന്ന തിഥി, അപ്പോ കർമ്മങ്ങൾ ചെയ്യണം, ശ്രാദ്ധം കൂട്ടണം. അതുവരെ മറന്നുപോയി. നീരിനിൽ മൂழ்കി നിனைவு ഒഴിന്താറുകളെ. ഇവിടെ നോക്കൂ, താനും തന്നറിവും കെട്ടോ, ഞാനെന്നുള്ള ഭാവവും നശിച്ചു. താൻ ആത്മജ്ഞാനം നേടി, ആത്മാവ് എന്താണ് എന്നുള്ള അറിവ് തനിക്ക് ലഭിച്ചു എന്ന ഭാവത്തെയും വിട്ടു. താനും തന്നറിവും കെട്ടോ നടക്കുമ്പോൾ, അവര് നടക്കുമ്പോ, ജീവനോടെ ഇരിക്കുമ്പോ ഓരോ ചുവടായിട്ട് മുമ്പോട്ട് വെച്ച് നടക്കുമല്ലോ. നടക്കുമ്പോൾ ആകായം ഷാണിടൽ പോലാവതല്ല അവര് നടക്കുന്നത്. ഈ ജ്ഞാനികളുടെ നടത്തം താൻ ദേഹമോ മനസ്സോ പ്രാണനോ ഇന്ദ്രിയങ്ങളോ ഒന്നുമല്ല, ശുദ്ധ ചേതനയാണ് താൻ എന്ന് മനസ്സിലാക്കിയവരുടെ നടത്തം ആകാശത്തെ അളക്കുന്നത് പോലെ ആയിത്തീരും. ഇവിടെ എന്താ പറയുന്നത്? ആകായം ഷാണിടൽ പോൽ. ചാൺ, നമ്മൾ കൈ, അതായത് തള്ളവിരലിന്റെ അറ്റം മുതൽ ചെറുവിരലിന്റെ അറ്റം വരെ, ഇതാണ് ഒരു ചാൺ എന്ന് പറയുന്നത്. എൺചാൺ ഉടമ്പുണ്ട് കട്ടൈ அதை நினைத்து பார்த்தாൽ ബഹുലോള ലൊട്ടൈ എന്ന് പറഞ്ഞാൽ തമിഴില് ഓരോ വ്യക്തിക്കും, അയാള് പൊക്കമുള്ളവനോ കുള്ളനോ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, അവരവരുടെ കൈ കൊണ്ട് അവരവരുടെ ശരീരത്തെ അളന്നാൽ 8 ചാൺ ഉണ്ടാവും എന്നാണ് ശാസ്ത്രമാണ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. കാരണം പൊക്കം കുറഞ്ഞവന്റെ കൈ ചെറുതായിരിക്കും. അപ്പോൾ അവന്റെ ചാണിന് അവന്റെ കൈ കൊണ്ട് അളന്നാൽ 8 ചാൺ, ഉള്ളംകാലം മുതൽ തല വരെ 8 ചാൺ. നല്ല പൊക്കമുള്ളവനാണെങ്കിൽ അവന്റെ കൈകൾക്കും നല്ല നീളം ഉണ്ടായിരിക്കും, വിരലുകൾ തമ്മിൽ നല്ല അകലം ഉണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ 8 ചാൺ കൊണ്ട് അയാളുടെ ശരീരത്തെ അയാൾക്ക് അളക്കണം. അപ്പോൾ 8 ചാൺ ഉടമ്പുണ്ട്, 8 ചാൺ നീളമുള്ള ശരീരമുണ്ട്. പക്ഷേ കട്ടൈ എന്ന് പറഞ്ഞാൽ ജഡം, അചേതനം, ജീവനില്ലാത്തത്. ചൈതന്യം ഉള്ളിൽ പ്രകാശിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം എണീറ്റ് നടക്കുകയും സംസാരിക്കുകയും മറ്റ് കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് നിனைத்து പാർത്താൽ, ഇതിനെ നല്ലപോലെ വിചാരം ചെയ്താൽ ബഹുലോള ലൊട്ടൈ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കഴപ്പമില്ല, വെറും പൊള്ള, ഇങ്ങനെ ഒന്നില്ല. യഥാർത്ഥത്തിൽ പഞ്ചഭൂതങ്ങളുടെ സമാഹാരം, എപ്പോ വേണമെങ്കിലും പതിച്ചു പോവാം. കഴമ്പില്ലാത്ത ശരീരത്തെ ഞാനെന്നും എന്റേതെന്നും കരുതി മോഹിച്ചു പോയിരിക്കുന്നു ലൗകികന്മാർ. നടക്കുമ്പോൾ ആകായം ഷാണിടൽ പോലാവതല്ലാൽ, അവരുടെ നടത്താന്ന് പറയുന്നത് ആകാശത്തെ അവനവന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ഈ ചാൺ വെച്ച് അളക്കുന്നത് പോലെയാണ്. ആകാശത്തെ എങ്ങനെ അളക്കാൻ പറ്റും? എന്താണ് അർത്ഥം ആകാശത്തെ അളക്കുക എന്ന് പറഞ്ഞാൽ? നീളവും വീതിയും പൊക്കവും. ഈ ആകാശത്തെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അതിസൂക്ഷ്മമായതും സർവവ്യാപകവുമായ ഒന്നിനെ ഏത് സ്കെയില് കൊണ്ട് അളക്കും? ആ അളക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ബുദ്ധിശൂന്യതയല്ലേ അത്? ഇത് എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനികൾ നടക്കുന്നതായി മറ്റുള്ളവർക്ക് തോന്നാം, അവർ അപ്പോഴും നിശ്ചലമായ ബോധമാണ്. നമ്മൾ പറയും അവര് നടന്ന് മുമ്പോട്ട് നീങ്ങുന്നു എന്നൊക്കെ പറയും. പക്ഷെ അവര് മുമ്പോട്ടും പോകുന്നില്ല, വശങ്ങളിലേക്കും പോകുന്നില്ല, പുറകിലേക്കും പോകുന്നില്ല, മുകളിലോ താഴെയോ ഒന്നും പോകുന്നില്ല. അവരെ അനങ്ങുക പോലും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? താൻ നിശ്ചല ബോധമാണ് എന്നുള്ള അറിവ് അവർക്ക് സിദ്ധിച്ചിരിക്കുന്നു. ആകായം ഷാണിടൽ പോൽ. ഒരു ചാൺ എന്ന് പറഞ്ഞാൽ 9 ഇഞ്ചാണ്. ഒരു വിരലിന്റെ വീതി, ഓരോ വിരലിനും ഓരോ ഇതാണ്. ഒരു ആവറേജ് ഒരു വിരലിന്റെ വീതി എടുത്താൽ അതിന്റെ 12 ഇരട്ടിയാണ് ഒരു ചാൺ എന്ന് പറയുന്നത്. ഇതൊക്കെ അളവ് കണക്ക് കൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? അർത്ഥമില്ല. അയാളുടെ ശരീരം ചലിക്കുന്നു, മനസ്സിന് ചലനമില്ല, ബുദ്ധിക്ക് ചലനമില്ല. താൻ നിശ്ചലമായ സത്യമാണ് എന്ന ദൃഢനിശ്ചയത്തിൽ അവർ ജീവിതം നയിക്കുന്നു. ആകായം ചാണിടൽ പോലാവതല്ലാൽ
പൂരണർക്ക്, പൂർണ്ണന്മാരാണവർ, പൂർണ്ണ പുരുഷന്മാർ, പൂർണ്ണതയെ സാക്ഷാത്കരിച്ചവർ. അങ്ങനെയുള്ള പൂർണ്ണന്മാർക്ക് പോകാ ഊരുണ്ടോ? രണ്ടർത്ഥമാണ്. അവർ പോകാത്ത ഊരുണ്ടോ, സ്ഥലമുണ്ടോ എന്നൊരർത്ഥം. അവർക്ക് പോകാൻ പാടില്ലാത്തതായ നിഷിദ്ധമായ പ്രദേശമുണ്ടോ? രണ്ട് രീതിയിലും അർത്ഥം പറയാം. അവർക്ക് എവിടെയും കടന്നു ചെല്ലാം. അവർക്ക് ശുദ്ധം അശുദ്ധം, ആരോഗ്യം അനാരോഗ്യം, ഉച്ച നീചത്വം ഒന്നുമില്ല. ആരുടെ വീട്ടിലും ചെന്ന് ഭക്ഷണം കഴിക്കും. അയാളുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ. അപ്പൊ നമ്മളും അതുപോലെയൊക്കെ ചെയ്താലോ? ജാതി മതം നോക്കണമെന്ന് പറയുന്നത് നമ്മൾ വൃത്തി നോക്കാറുണ്ടല്ലോ. ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ചിലരുണ്ട്, എനിക്കറിയാം, ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് പോകും. അവിടെ ആകെ ഒന്ന് കണ്ണോടിക്കും, എന്നിട്ട് തീരുമാനിക്കും അവിടുന്ന് ഭക്ഷണം കഴിക്കണോ വേണ്ടയോ. അങ്ങനെയുള്ള കൂട്ടരുണ്ട്. കാരണം എന്തെന്നോ, ആ ശുചിത്വം പാലിക്കപ്പെടേണ്ടത് അടുക്കളയിലാണ്. ചിലര് വീട്ടില് നല്ല സ്റ്റീൽ പ്ലേറ്റ്, നല്ല വളവളാന്ന് മിന്നുന്ന സ്റ്റീൽ പ്ലേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അടുക്കളയ്ക്കകത്ത് കയറിയാൽ പട്ടി വെള്ളം കുടിക്കുന്നത്. ആ പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ ആ വാഷ് ബേസിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കും. പലതും 2 ദിവസം 3 ദിവസമായിട്ട് അങ്ങനെ ഒരു ദുർഗന്ധം വമിച്ചുകൊണ്ട് കിടക്കുകയാണ്. അവിടെ ആയിട്ട് ചെലന്തി വല അടുക്കളയ്ക്കകത്തെ. അപ്പോ നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. അത് കഴിഞ്ഞാൽ ശൗചാലയം വൃത്തിയുള്ളതാവണം. ഈ 2 സ്ഥലവും വൃത്തിയുള്ളതായാൽ ആ വീട്ടിൽ നിന്ന് എന്തുവേണമെങ്കിലും കഴിക്കാം. ഒന്ന് ആഹാരം പാകം ചെയ്യുന്ന സ്ഥലം, മറ്റേത് ആ ആഹാരം കഴിച്ച് വിസർജിക്കുന്ന സ്ഥലം. ഇത് രണ്ടും, അതായത് കിച്ചൺ ആൻഡ് ടോയ്ലറ്റ്, ഇത് രണ്ടും വൃത്തിയുള്ളതായിരുന്നാൽ ബാക്കിയുള്ളതൊക്കെ വൃത്തിയായിരിക്കും, സംശയമേ വേണ്ട. പലരുടെയും വിചാരം എന്തെന്നോ, നമുക്ക് ഡൈനിങ് ടേബിളും ഡൈനിങ് റൂമും ഒക്കെ നല്ല വൃത്തിയായിട്ടിരുന്നാൽ മതി. ആരും അടുക്കളക്കകത്ത് ഒന്ന് നോക്കാൻ പോകുന്നു. അതുകൊണ്ട് അടുക്കള എങ്ങനെയെങ്കിലും ഇരുന്നാൽ മതി. ഒരിക്കലുമല്ല. നമ്മൾ പണ്ടൊക്കെ ഈ അടുപ്പുണ്ടല്ലോ, മണ്ണുകൊണ്ടുള്ള ആ അടുപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ചാണകം കൊണ്ട് മെഴുകി അതിൽ കോല വെക്കും. എന്നിട്ട് അതിന് 3 മൂലയുണ്ട്. അതിൽ അക്ഷയം എന്ന് പറഞ്ഞൊക്കെ എഴുതുമായിരുന്നു പണ്ടുള്ളവർ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ, മോള് PGക്ക് പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ, അതെങ്കിലും പോട്ടെ. ഹോം സയൻസ്. എന്താണ് ഹോം സയൻസ്? ഹോമും അറിയില്ല, സയൻസും അറിയില്ല, ഒന്നും അറിയില്ല. അടുപ്പ് കത്തിക്കാൻ പോലും അറിയില്ല. അല്പം വെള്ളം ചൂടാക്കാൻ അറിയില്ല. ഗ്യാസ് അടുപ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്യാൻ അറിയില്ല. എന്താ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം? കോളേജിൽ ഹോം സയൻസ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ നാം മറന്നുപോയിരിക്കുന്നു, അല്ലെങ്കിൽ അവയെ നാം ബോധപൂർവം തഴഞ്ഞു. അതാണ് പറ്റിയത്. അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതൊക്കെ തിരിച്ചു വരണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ തായ്വേ. സന്ധ്യയായാൽ പണ്ടൊക്കെ സന്ധ്യാനാമം കുടുംബാംഗങ്ങളെല്ലാം പൂജാമുറിയിൽ ഒത്തുകൂടും. ഈശ്വരനാമം ജപിക്കും. എല്ലാവരും കൂടെ എന്തെങ്കിലും കീർത്തനമോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്തെങ്കിലും ഈശ്വരനാമങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടെ ഒത്തുകൂടും. ഇതെങ്ങനെ രാത്രി 9:30 IT ഓഫീസിലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഏതോ ടെക്നോ പാർക്കിൽ എന്തൊക്കെയോ കമ്പനികളുണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം മണി 9:30. സന്ധ്യയും കഴിഞ്ഞു, രാത്രിയും കഴിഞ്ഞു, അർദ്ധരാത്രിയുമായി. ഇങ്ങനെയാണ് വരുന്നത്. കുറ്റം പറയുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എന്താ, പണത്തിന്റെ പുറകെ ഉള്ള മനുഷ്യന്റെ പാച്ചിൽ. അവൻ ജീവിക്കാൻ മറന്നുപോയിരിക്കുന്നു. പണ്ടൊരു സിനിമ വന്നു, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഇവിടെ പുരുഷന്മാരും ജീവിക്കാൻ മറന്നുപോയിരിക്കുന്നു. നമ്മുടെ സംസ്കാരം, ആചാരം, ഇതൊന്നും അറിയില്ല. പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല. ജനിക്കുമ്പോ തന്നെ അച്ഛാമ്മയെന്നൊന്നുമല്ല, മമ്മി ഡാഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ജനിക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷം. 1-1.5 വയസ്സുള്ള കുട്ടി അവ്യക്തമായിട്ട് ABCDE എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് എന്തൊരു സന്തോഷം. സായിപ്പിന്റെ അക്ഷരമാലയാണ് ആദ്യം പറയുന്നത്. നമ്മൾ നല്ലപോലെ അച്ഛ അമ്മേ, അച്ഛ എന്നുള്ള അമ്മയെന്നുള്ളത് ഏത് കുഞ്ഞും ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണ്. പശുവിന്റെ കിടാവ് മോ എന്നാണ് കേൾക്കുന്നത്, അതുപോലെ അമ്മ എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ ആരോട് പോയി പറയാം? ഈ ഒഴിവിലൊടുക്കത്തിന്റെ ഇടയ്ക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് കേട്ടിരിക്കുന്നവരെങ്കിലും ഇത് 4 പേരുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഇതിനൊരു വ്യാപ്തി ഉണ്ടാകട്ടെ, ഉണ്ടാകും എന്നൊരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. പൂർണ്ണർക്ക് പോകാ ഊരുണ്ടോ? ഈ പൂർണ്ണ പുരുഷന്മാർക്ക് പോകാൻ പാടില്ലാത്ത എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ ഊരോ സ്ഥലമോ പ്രദേശമോ ഉണ്ടോ? അല്ലെങ്കിൽ അവർ പോകാത്ത സ്ഥലമുണ്ടോ? ഇങ്ങനെ സദാ സഞ്ചരിക്കുന്നവർക്ക് പല സ്ഥലങ്ങളിലും ചെന്നെത്താൻ പറ്റും.
അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പോകാത്ത സ്ഥലമില്ല. കറങ്ങി നടക്കുന്നവരാണല്ലോ, സ്ഥിരമായി ഒരിടത്ത് താമസിക്കാതെ. അങ്ങനെ അവർക്ക് ഒന്നും നിഷിദ്ധമല്ല. ഈ ആകാശത്തെ അളക്കുക എന്ന് പറയുമ്പോൾ എന്താ? ആകാശം അനന്തമാണ്, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. അപ്പൊ അതിനെ അളന്നാൽ എന്ത്, അളന്നില്ലെങ്കിൽ എന്ത്? അളക്കാൻ പറ്റുമോ? ഇതുപോലെയാണ് ജ്ഞാനികളുടെ കർമ്മങ്ങൾ. നടത്തം എന്നുള്ളത് ഒരു കർമ്മത്തെ ഉദാഹരണമായിട്ട് പറഞ്ഞു. ജ്ഞാനികളുടെ കർമ്മങ്ങൾ അജ്ഞാനികൾക്ക് പിടികിട്ടുകയില്ല. നമ്മളൊക്കെ അഹങ്കാരത്തോടു കൂടിയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അതുപോലെ ആയിരിക്കും അദ്ദേഹവും കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ജ്ഞാനികൾ എവിടെ പോയാലും എവിടെ താമസിച്ചാലും അവർക്ക് ഒരു പ്രത്യേകതയൊന്നുമില്ല, എല്ലാം തുല്യം. ഏതുപോലെ? ആകാശത്തെ അളന്നാലെന്ത്, അളന്നില്ലെങ്കിൽ എന്ത്? അതുപോലെ പോയാലും പോയില്ലെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും ജ്ഞാനികൾക്ക് തുല്യം. അവരുടെ ഉള്ളാനന്ദത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. തനുകരണങ്ങളെ കൊണ്ട് ലോകഭോഗങ്ങൾ അനുഭവിച്ച് ഉണ്ടായിരുന്ന ആ സുഖവും തുച്ഛമെന്ന് തള്ളി. തനുകരണങ്ങൾ ശരീരത്തിലുള്ള അവയവങ്ങൾ. തനു എന്ന് പറഞ്ഞാൽ ശരീരം, കരണം എന്ന് പറഞ്ഞാൽ ഉപകരണം, ശരീര അവയവങ്ങൾ, നാം കർമ്മം ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന അംഗങ്ങൾ. ആ തനുകരണങ്ങളെ കൊണ്ട് ലോകഭോഗങ്ങൾ അനുഭവിച്ച് ഉണ്ടായിരുന്ന ആ സുഖവും തുച്ഛമെന്ന് തള്ളി, വിഷയസുഖങ്ങളെ നിസ്സാരമെന്ന് കരുതി, ഉയിർ ശത്രുവായ അഹന്തയും മാറ്റി, തൻ്റെ ബദ്ധശത്രുവായ താനാകുന്ന ആത്മസ്വരൂപത്തിൻ്റെ ശത്രുവായ അഹന്തയെയും നീക്കി പേരിൻപം ഉദിക്കണമെന്നുള്ള ഇച്ഛയും അകന്ന് ആത്മജ്ഞാനം നേടണം എന്നുള്ള ആഗ്രഹവും മോക്ഷത്തിലുള്ള ആഗ്രഹവും അറ്റുപോകുമ്പോഴാണ് മുക്തനാവുന്നത്. മോക്ഷത്തിന് മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം പോലും തടസ്സം. അപ്പോ ഈ സാധന ചതുഷ്ടയ സമ്പത്തിൽ നാലാമതായി പറഞ്ഞ മുമുക്ഷുത്വമോ വേണം. പക്ഷെ പാകത വന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ മുക്തിയുടെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ഈ മുക്തനാകണം എന്നുള്ള ആഗ്രഹം, മുമുക്ഷുത്വം ഉണ്ടല്ലോ, അതും ഇല്ലാതെയാവും. ഇച്ഛയും അകന്ന്, പേരിൻപം ഉദിക്കണമെന്നുള്ള ഇച്ഛയും അകന്ന്, ജീവബോധവും അരുൾബോധവുമാകുന്ന രണ്ടറിവുകളും മാഞ്ഞ് ബ്രഹ്മരസം ആസ്വാദിച്ച് സുഖിക്കുന്ന പരമജ്ഞാനികൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത് നോക്കിയാൽ സർവവ്യാപകമായ ആകാശത്തെ ചാണിട്ടളക്കുന്നത് പോലെ വിനോദവൃത്തിയായേ തോന്നുകയുള്ളൂ. തൻ്റെ ശരീരചലനങ്ങളെ നോക്കി ഒരു ജ്ഞാനി ചിരിക്കും, അതുപോലെ അജ്ഞാനികളും ചിരിക്കും. കാരണം അവർക്ക് ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹവും എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഞാനെന്ന ഭാവം ഉണ്ടോ? ഇല്ലാതെ എങ്ങനെയാ ഇദ്ദേഹം കർമ്മം ചെയ്യുന്നത് എന്നൊക്കെ വിചാരിച്ച ഒരു അത്ഭുതത്തോടു കൂടി ജ്ഞാനിയുടെ കർമ്മങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. ജ്ഞാനിക്കും തൻ്റെ കർമ്മത്തിൽ അത്ഭുതമാണ് തോന്നുക. എന്താ? താൻ ശരീരമല്ല, ഇത് തൻ്റേതുമല്ല, പക്ഷെ കർമ്മം നടക്കുന്നു. കർമ്മത്തിനും തനിക്ക് യാതൊരു ബന്ധവുമില്ല. കർമ്മബന്ധമില്ലാത്ത ബോധസത്യമാണ് താൻ എന്ന് ഉള്ളിൽ നല്ല ഉറപ്പ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന ഉറപ്പോടുകൂടിയാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. ആ കർമ്മത്തിന് ആരാ ഉത്തരവാദി? പ്രകൃതി. ത്രിഗുണാത്മികയായ പ്രകൃതിയാണ് സർവകർമ്മങ്ങൾക്കും ഇവിടെ ഉത്തരവാദി. ആ പ്രകൃതി കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമാണ് അജ്ഞാനം. അതാണ് ദുഃഖത്തിന്റെ മൂലകാരണം. ഞാൻ ചെയ്യുന്നു. വല്ലവരും ചെയ്യുന്നതിന്റെ ഉടമസ്ഥാവകാശം നമ്മളെന്തിനാ ഏറ്റുപിടിക്കുന്നത്? കർമ്മത്തിൽ നമുക്ക് എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? പല കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ആ കർമ്മം നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. പലതും ചെയ്യണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടും നടപ്പിലാക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ കർമ്മം നമ്മുടെ അധീനതയിലാണോ? ഇഷ്ടമില്ലാത്ത പലതും ചെയ്യുന്നുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുന്നുമില്ല. അപ്പൊ ഈ കർമ്മത്തിന്റെ ഉത്തരവാദി നമുക്ക് കർമ്മത്തിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഇച്ഛാശക്തിയെ കർമ്മരംഗത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ? സാധ്യമല്ല. പ്രകൃതിയാണ് ഇവിടെ കർമ്മം ചെയ്യുന്നത്. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അഹങ്കാരം കൊണ്ട് മോഹിച്ചു പോയ മനുഷ്യൻ പ്രകൃതി കാര്യങ്ങളെ താൻ ചെയ്യുന്നതായി തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെയാണ് കർത്തൃത്വം ഉണ്ടാകുന്നത്, ഭോക്തൃത്വവും ഉണ്ടാകുന്നത്. ഈ കർത്തൃത്വ ഭോക്തൃത്വങ്ങളാണ് ജീവന്റെ ജനന മരണത്തിന് കാരണം. പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കാനും അവയെ ഉപേക്ഷിക്കാനും കാരണം
ഞാൻ കർത്താവ്, ഞാൻ ഭോക്താവ്, ഞാൻ ഒരു വ്യക്തി, ഈ വിചാരം. അപ്പൊ അതെങ്ങനെ നിൽക്കും? ഞാൻ ബോധമാണ്, ചൈതന്യമാണ്, ആത്മാവാണ്, എനിക്കും കർമ്മത്തിനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് സദാ ഭാവന ചെയ്ത് തൻ്റെ ആ ആത്മത്വത്തെ ഉറപ്പിക്കൂ. ശരീരം കർമ്മം ചെയ്തോളൂ. കാരണം ശരീരം പ്രകൃതിയുടെയാണ്, നമ്മുടെ ആണോ? ഈ ശരീരം പഞ്ചഭൂത സംഘാതമാണല്ലോ. ഈ പഞ്ചഭൂതങ്ങൾ പ്രകൃതിയുടെ അംശങ്ങളല്ലേ? അതുകൊണ്ടുണ്ടാക്കിയ ശരീരം പ്രകൃതിയുടേതാണ്. അതിൽ എൻ്റെ എന്നുള്ള മമത വെച്ച് പുലർത്തുന്നതാണ് വിഡ്ഢിത്തം. അതുകൊണ്ട് ഈ അഹന്താ മമതകളെ ത്യജിച്ചേ പറ്റൂ. ജീവബോധവും അരുൾബോധവുമാകുന്ന രണ്ടറിവുകളും, ജീവബോധം അഹങ്കാരം നേരത്തെ നശിച്ചു. എങ്ങനെ? അരുൾബോധം ഉദിച്ചപ്പോ ഇനി ആ അരുൾബോധവും അപ്രത്യക്ഷമായി. രണ്ടറിവുകളും മാഞ്ഞ് ബ്രഹ്മരസം ആസ്വദിച്ച് സുഖിക്കുന്ന പരമജ്ഞാനികൾ ലോകത്തിൽ സഞ്ചരിക്കുന്നത് നോക്കിയാൽ സർവവ്യാപകമായ ആകാശത്തെ ചാണിട്ടിളക്കുന്നത് പോലെ വിനോദവൃത്തിയായേ തോന്നുകയുള്ളൂ. അല്ലാതെ അവരുടെ ഈ സഞ്ചാരത്തിന് എന്ന് പറഞ്ഞാൽ കർമ്മ പരിപാടികൾക്ക് ഒരു ലക്ഷ്യവും ഉണ്ടായിരിക്കയില്ല. ജ്ഞാനിയുടെ കർമ്മത്തിന്റെ പുറകിൽ എന്തെങ്കിലും ഉദ്ദേശ്യമുണ്ടോ? അഥവാ ഉദ്ദേശ്യമുണ്ടെങ്കിൽ ആരുടെ ഉദ്ദേശ്യം? ജ്ഞാനിയുടെ ഉള്ളിൽ അഹങ്കാരം ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരുടെ ഉദ്ദേശ്യം? പ്രകൃതി. നമുക്ക് വേണമെങ്കിൽ പറയാം പ്രാരബ്ധം. പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ച് ജ്ഞാനിയുടെ ശരീരം ചലിക്കുന്നു. എല്ലാവരുടെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ജനനമരണ ചക്രത്തിൽപ്പെട്ട് ഉഴലാനും ഇടയാകുന്നു. അടുത്ത പദ്യത്തിലേക്ക് കടക്കാം. തരുവനമൻ തണ്ട് കുടൈ ശ്യാമരയായി വാഴും നരവനമൻ മേൽ കീഴ് നടുവൻ പരമശിവൻ താക്കற்றതുപോൽ അരുൾ ശിവനൈ ശാരാപ്പോൽ താക്കറ്റാർക്കെങ്കും സമൻ. ഒന്നാന്തര ഒരു പദ്യമാണ്. നമ്മൾ ഈ ജ്ഞാനികളുടെ മഹത്വം, അവരൊക്കെ നമ്മെക്കാളൊക്കെ വലിയ ഉയർന്ന സ്ഥിതിയിൽ ജീവിക്കുന്നവരാണ്. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളത് സത്യം, പരമാർത്ഥമാണ്. എന്നാലും അവരുടെ സ്ഥിതിയെ വർണ്ണിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവരുടെ വീക്ഷണം? അവരുടെ കർമ്മത്തിന്റെ പുറകിൽ പ്രത്യേക ഉദ്ദേശ്യമോ ലക്ഷ്യമോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവരുടെ സ്ഥിതിയാണ് പറയുന്നത്. ഈ അധ്യായം മുഴുവൻ ജീവൻ മുക്തന്മാരുടെ അവസ്ഥയെ വർണ്ണിക്കുന്നതാണ്. തരുവനമൻ. തരു വൃക്ഷം, സംസ്കൃതത്തിലെ തരു തന്നെ, മലയാളത്തിലുള്ള തരു തന്നെ. തരൂവല്ല, തരു. തരു എന്ന് പറഞ്ഞാൽ അങ്ങ് താന്നർത്ഥം. തരുവനം, വൃക്ഷനിബിഡമായ വനത്തിൽ അവർ വസിച്ചാൽ എന്ത്? വനവാസികളായാൽ എന്ത്? ഈ ജീവൻ മുക്തന്മാർ നാട്ടിലുള്ളതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി കഴിയും. നമ്മളാണ് 1000 കാര്യങ്ങൾ ആലോചിക്കുന്നത്. കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നാൽ മതി, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, പെട്ടെന്ന് ഒരു നെഞ്ചരിച്ച് ജലൂസിൽ കിട്ടുമോ? അവിടെ കൊടുങ്കാട്ടിൽ നമുക്കിങ്ങനെ പ്രത്യേകിച്ചും ആരോഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ, ഒരു പാമ്പ് കടിച്ചു, അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തട്ടിപ്പോയാലോ? അപ്പൊ ഈ ദേഹബോധം ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇപ്പോഴെന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? വീട് വാങ്ങുകയോ വയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെന്താ, ബസ് സ്റ്റാൻഡ് അടുത്താണോ, റെയിൽവേ സ്റ്റേഷൻ അടുത്താണോ, എയർപോർട്ട് അടുത്താണോ, സൂപ്പർ മാർക്കറ്റ് അതുപോലുള്ളതൊക്കെ അടുത്താണോ? ഇപ്പൊ ആൾക്കാർ അതൊന്നുമല്ല നോക്കുന്നത്, ആശുപത്രി അടുത്താണോ? കാരണം ഈ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ പരമേശ്വരന്റെ തൊട്ടടുത്ത ആൾക്കാരാണ്. കൃത്യസമയത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ രക്ഷിക്കും. വിഡ്ഢികൾ, പരമ മണ്ടന്മാർ. അവനവന് മരിക്കേണ്ട സമയമാകുമ്പോൾ മരിക്കും. ഏത് ആശുപത്രിയിൽ ഏത് ICUവോ വെന്റിലേറ്ററിലോ കൊണ്ട് കയറ്റിയാലും മരിക്കേണ്ട സമയത്ത് മരിക്കും. ഇത് നല്ലതുപോലെ മനസ്സിലാക്കും. എന്ന് വെച്ച് ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. രക്ഷപ്പെടേണ്ട കേസ് മാത്രമേ രക്ഷപ്പെടൂ. ഡോക്ടർ വിചാരിച്ച മരിക്കാൻ പോകുന്ന ഒരാളെ രക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോ ആശുപത്രിയുടെ ലൊക്കേഷൻ, ആശുപത്രിയുടെ പ്രോക്സിമിറ്റി നോക്കിയിട്ടാണ്, സാമീപ്യം നോക്കിയിട്ടാണ് ആൾക്കാർ വീട് വാങ്ങുകയും വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. നോക്കൂ എത്രത്തോളം ദേഹാഭിമാനമാണ് മനുഷ്യർക്ക്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ക്രിസ്ത്യനാണ്. നെഞ്ചുവേദന വന്നപ്പോൾ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബ്ലോക്ക് ഉണ്ടായിരുന്നു, സ്റ്റെന്റ് ഇട്ടു, ബ്ലോക്ക് മാറി. അത് കഴിഞ്ഞൊരു അധികം താമസിയാതെ തന്നെ പുള്ളി ബിരിയാണി, നെയ് റോസ്റ്റ്, ഇങ്ങനെ കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് വിലക്കിയിരിക്കുകയാണ്. പക്ഷെ ആശാൻ എല്ലാം അടിച്ചു കയറ്റുന്നുണ്ട്. അപ്പൊ ആരോ പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് അധികം സമയമായില്ലല്ലോ, ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അതിന് അദ്ദേഹം ചിരിച്ചോട്ട് പറഞ്ഞത്, പോണെങ്കിൽ പോട്ട് പുല്ല്.
ഏത് ജീവന് ജീവൻ പോണെങ്കിൽ പോട്ടെന്ന്, ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞാണ് പോണെങ്കിൽ പോട്ട് പുല്ലുന്ന്. അല്ലാതെ അതിനെ ഓർത്ത് നമുക്ക് ജീവിതം മുഴുവൻ ഭയന്ന് കഴിക്കാൻ പറ്റുമോ? തരിവനമൻ വൃക്ഷനിബിഡമായ വനത്തിൽ വസിച്ചാലെന്ത് ഈ ജ്ഞാനികൾ, തണ്ട് കുടൈ ശ്യാമരയായി വാഴും നരവനമൻ. ഇനി തണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പല്ലക്ക് താങ്ങാനുള്ള ആ ഒരു കമ്പുണ്ടല്ലോ, പല്ലക്ക് ഉയർത്തുന്ന. അവര് എവിടെയെങ്കിലും പല്ലക്ക് നിർത്താൻ പറയുമ്പോൾ ഒരു കമ്പിന്റെ പുറത്താണ് ഇതിന്റെ ഈ മുള ഇങ്ങനെ കവരം പോലെ ഇരിക്കും, അങ്ങനെ കൊണ്ടുവയ്ക്കും. അതിനെയാണ് തണ്ട് എന്ന് പറയുന്നത്. പല്ലക്ക് താങ്ങാനുള്ള കമ്പ് എന്നർത്ഥം. പിന്നെ കുടൈ ശ്യാമരൈ, കുട, തഴ, ചാമരം, ഇതൊക്കെ എന്താ? രാജചിഹ്നങ്ങളാണ്, റോയൽ സിംബൽസ്. രാജാവിന് വെൺകൊറ്റക്കുട ഉണ്ടാവും അദ്ദേഹത്തിന്റെ ആ സിംഹാസനത്തിന്റെ മുകളിൽ. രണ്ട് വശത്ത് സുന്ദരികളോ അല്ലാത്തവരോ ആയ സ്ത്രീകൾ തന്നെ വേണം. വെൺചാമരം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. ഇത് ആണുങ്ങളെ വീശിയാൽ കാറ്റ് വരില്ലേ? എനിക്കറിയില്ല എന്താണെന്ന്. ഇങ്ങനെയാണ് നമ്മൾ സിനിമകളിലും സീരിയലുകളിലും എല്ലാം ഇങ്ങനെയുള്ള വിവരണങ്ങളാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ വെൺചാമരം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. കുട, തഴ. ഈ തഴ എന്ന് പറയുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഈ കുട, തഴ, ചാമര? ഈ തഴ എന്ന് പറയുന്നത് എന്താ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞവരെ, എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ്. കുട അറിയാം, ചാമരം അറിയാം. കുട, പെൺകൊറ്റ കുട. ചാമരം ഈ രണ്ട് വശത്ത് നിന്ന് ഇങ്ങനെ വീശുന്ന മറ്റേ സോഫ്റ്റായ വെളുത്ത നിറത്തിലുള്ള ഇങ്ങനെ, അത് കാറ്റ് വരാൻ വേണ്ടിയൊന്നും അല്ല, ചുമ്മാ ഒരു അതിന്റെ പ്രൗഢി കാണിക്കാൻ വേണ്ടി. തഴ എവിടെ നിന്നെങ്കിലും കിട്ടുമോ നോക്കുക അതിന്റെ അർത്ഥം. കുട, തഴ, ചാമരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ ഇങ്ങനെയുള്ള രാജചിഹ്നങ്ങൾ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ചിഹ്നങ്ങളോട് കൂടി നരവനം, മനുഷ്യരുടെ കാട് എന്ന് പറഞ്ഞാൽ മനുഷ്യർ വസിക്കുന്ന കാട്, അതാണ് നഗരം. ആധുനിക ശാസ്ത്രം പറയുന്നത് കോൺക്രീറ്റ് ജംഗിൾ. നമ്മളൊക്കെ ഇവിടെ ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. അതൊക്കെ മരങ്ങൾ പോലെയാണ്. മരങ്ങൾക്ക് പകരം അനേക നിലകളുള്ള കെട്ടിടങ്ങൾ. അതുകൊണ്ട് കോൺക്രീറ്റ് വനമാണ് നഗരം, മഹാനഗരം. അപ്പൊ കാട്ടിൽ കഴിയാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം വേണ്ട. പക്ഷെ കാട്ടിലാണെങ്കിൽ ശുദ്ധവായുവും ശുദ്ധജലവും കിട്ടും. അത് രണ്ടും ഇവിടെ പ്രതീക്ഷിക്കേണ്ടതാണ്. നഗരത്തിൽ മുഴുവൻ വായു മലിനീകരണം, ശബ്ദ മലിനീകരണം, ജലമലിനീകരണം. എവിടെയാ ഈ മലിനീകരണം ഇല്ലാത്തത്? ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ആത്മാവിൽ. ഇതേവരെ ഒരു മാലിന്യവും ഈ ആത്മാവിനെ ബാധിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അത് ശുദ്ധമായി എന്നും നിലനിൽക്കുന്നു. അപ്പോ പല്ലക്ക്, കുട, തഴ, ചാമരം തുടങ്ങിയ ചിഹ്നങ്ങളോടുകൂടി, പ്രൗഢിയുടെ ചിഹ്നങ്ങളോടുകൂടി മനുഷ്യവനത്തിൽ അഥവാ നഗരത്തിൽ താമസിച്ചാലെന്ത്? ഒരു പ്രഭുവോ ചക്രവർത്തിയോ ആയി കഴിഞ്ഞാലെന്ത്? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൃക്ഷനിബിഡമായ വനാന്തരങ്ങളിൽ കഴിഞ്ഞാലെന്ത്? മേൽ, കീഴ്, നടുവൻ, മുകളിൽ, താഴെ, നടുക്ക്, ഈ വ്യത്യാസമൊന്നും ജ്ഞാനികൾക്കില്ല. ശ്രേഷ്ഠം, മധ്യമം, നീചം അല്ലെങ്കിൽ അധമം, ഇങ്ങനെയുള്ള വ്യത്യാസമൊന്നുമില്ല. മേൽ, കീഴ്, നടുവൻ. വേറൊരർത്ഥം എന്താ? അവരുടെ വാസസ്ഥാനം മലമുകളിലോ സമതലത്തിലോ താഴ്വരയിലോ. അതാണ് മേൽ, നടു, കീഴ് എന്ന് പറഞ്ഞത്. എല്ലാം തുല്യം. എവിടെ താമസിച്ചാലും അവരുടെ സന്തോഷത്തിന് കൂടുതലോ കുറവോ ഇല്ല. എല്ലാറ്റിനെയും സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളാൻ പാകപ്പെട്ട ഒരു മനസ്സാണ് അവർക്കുള്ളത്. അത് മനസ്സല്ല, അത് ബ്രഹ്മമാണത്. എല്ലാറ്റിനെയും തുല്യമായി സ്വീകരിക്കാൻ കഴിവുള്ള മനസ്സാണ് ബ്രഹ്മം. മേൽ, കീഴ്, നടുവൻ. പരമശിവൻ താക്കറ്റതുപോൽ. താക്ക് എന്ന് പറഞ്ഞാൽ ബന്ധം, സ്പർശം, കോണ്ടാക്ട് എന്നൊക്കെയാണ് താക്ക്. പരമശിവൻ താക്കറ്റതുപോൽ. ഈ പരമേശ്വരനുണ്ടല്ലോ, പാർവതീ വല്ലഭനായ ശിവൻ, അദ്ദേഹത്തിന് ഒന്നുമായും ബന്ധമില്ല. സർവസംഗ പരിത്യാഗി. പക്ഷേ ശരീരത്തിന്റെ പകുതി ഭാര്യയ്ക്ക് കൊടുത്തയാളാണ്. ഇവിടെയുള്ള ഒരു ഭർത്താവും അത് ചെയ്തിട്ടില്ല. ദേഹത്തിന്റെ പകുതി ഭാര്യയ്ക്ക് വേണ്ടി കൊടുത്തു. വലിയ സ്നേഹമാണ്, കാര്യമൊക്കെ ശരി തന്നെ. പാതിമൈ പകുത്തു കൊടുത്തവൻ. ആർക്ക്? തന്റെ പത്നിക്ക്. പക്ഷേ നിസ്സംഗൻ. ശ്മശാനത്തിലാണ് താമസം. ആ ചുടല ഭസ്മമാണ് ശരീരം മുഴുവൻ പൂശിയിരിക്കുന്നത്. ഉടുത്തിരിക്കുന്നത് ആനത്തോൽ, പുലിത്തോലല്ല. കൃത്തിവാസൻ എന്നാണ് പേര്. കൃത്തി എന്ന് പറഞ്ഞാൽ ആനത്തോലാണ് ശിവൻ ധരിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് പുലിത്തോലായിട്ടാണ്. കൃത്തിവാസനാണ്. ഗജചർമ്മമാണ്. ഗജത്തെ ഉരിച്ചതുകൊണ്ടുടചാർത്തിയ ചിന്മയമേ. ഗജത്തെ ഉരിച്ച്. എന്താണ് അവിടെ ഗജം? ഞാൻ അന്നേ പറഞ്ഞു, ഇവിടെ അല്ല, കരവനയിൽ പറഞ്ഞാണ്. ഗജം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആശ. അതിനെ കൊന്ന്
അതിന്റെ തോല് ഉടുതുണിയായി ഉപയോഗിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹങ്ങളെയൊക്കെ ജയിച്ചവൻ, ആശകൾക്ക് അതീതനായവൻ എന്നർത്ഥം. ഇങ്ങനെ ഒന്നുമായും ബന്ധമില്ലാത്ത പരമേശ്വരനെ പോലെ അരുൾ ശിവനൈ ശാരാപോൽ, പരമേശ്വരനെ പോലെയാണ് ഈ ജ്ഞാനികൾ. പരമേശ്വരനെ പോലെയല്ല, പരമേശ്വരൻ തന്നെ. ഈശ്വരനും ജ്ഞാനിക്കും തമ്മിൽ ഭേദം കൽപ്പിക്കരുത്. രണ്ടും ഒന്ന്. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മജ്ഞാനിക്കും ബ്രഹ്മത്തിനും വ്യത്യാസമില്ല. അറിഞ്ഞതുകൊണ്ട് മാത്രം അതായിത്തീരുന്നു ജ്ഞാനി, അറിയാത്തത് കൊണ്ട് ദുഃഖിക്കുന്നു അജ്ഞാനി. അറിവാണ് അവിടെ പ്രധാനം. അരുൾ ശിവനൈ ശാരാപോൽ, ശിവാനുഗ്രഹം അല്ലെങ്കിൽ ശിവകൃപ. ശിവനിൽ നിന്ന് അകലുകയോ ശിവനോട് ചേരുകയോ ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശിവന്റെ ആ കൃപ എന്നുള്ള സ്വഭാവമോ ഗുണമോ, ആ ശിവകൃപ എപ്പോഴെങ്കിലും ശിവനെ വിട്ട് വേറിട്ട് നിൽക്കുമോ? അകന്നു നിൽക്കുമോ? അകന്നു നിന്നാലല്ലേ ചേരേണ്ട കാര്യമുള്ളൂ. എന്താണ് ഈ ശിവകൃപ? ശിവൻ തന്നെ, ശിവസ്വരൂപം. അതാണ് ശിവകൃപ. അത് ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നതാണ്. ഇനി അഥവാ ആശ്രയിക്കുന്നെങ്കിൽ ശിവനിൽ അധിഷ്ഠിതമാണത്. ശിവനെ ശാരാപോൽ, ശിവന് ശിവന്റെ അരുൾ അല്ലെങ്കിൽ കൃപ, ശിവനുമായി ചേരുകയോ അതിൽ നിന്ന് അകലുകയോ ചെയ്യാതെ ഇരിക്കുന്നത് പോലെ താക്കറ്റാർക്ക് എങ്കും സമൻ. സമൻ എന്ന് പറഞ്ഞാൽ സമം, തുല്യം. ആർക്ക്? താക്കറ്റാർക്ക്. അവിടെ താക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെയാണ്. ഒന്നുമായും ബന്ധമില്ലാത്തവർക്ക്, ഉള്ളുകൊണ്ട് എല്ലാം വിട്ടവർക്ക്, നിസ്സംഗത നേടിയവർക്ക്. എങ്കും സമൻ, എല്ലായിടവും തുല്യം. തുല്യം. ചുടുകാടും ശരി, ഗംഗാതീരവും ശരി, ക്ഷേത്രത്തിന്റെ മുറ്റവും ശരി, ക്ഷേത്ര അന്തർഭാഗവും ശരി, എല്ലാം തുല്യം. എന്തുകൊണ്ട്? ഒരേ ഒരു സത്യത്തെ മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ കാഴ്ചയിൽ പലതില്ല, അതുകൊണ്ട് ഭേദമില്ല. എന്താ? ശാരാപോൽ, ചേരാത്തതുപോലെ, ആശ്രയിക്കാത്തതുപോലെ. ശിവകൃപ ശിവനെ ആശ്രയിക്കുന്നുമില്ല, ശിവനിൽ നിന്ന് അകന്നു പോകുന്നുമില്ല. അത് ശിവന്റെ സ്വരൂപമാണ്. അതുപോലെ സമത്വം സ്വരൂപമായി തീർന്നവർ, അവര് സമത്വം ശീലിക്കുന്നവരല്ല. അവർക്കെല്ലാം സമമായി കാണാതിരിക്കാൻ വയ്യ, സമത്വത്തെ വിട്ടിരിക്കാൻ വയ്യ. എന്തുകൊണ്ട്? നിസ്സംഗത. വിശേഷിച്ച് ഒന്നിനോടും രാഗമോ ദ്വേഷമോ ഒന്നുമില്ല. ഒന്നും വേണമെന്നുമില്ല, വേണ്ടെന്നുമില്ല. എല്ലായിടത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ആ ബ്രഹ്മത്തെ മാത്രമേ അവർ സദാ കാണുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എല്ലാം തുല്യം. തരിക്കൾ തിങ്ങിയ വനമായാലെന്ത്, വനമായാലെന്ത് എന്നാണ് അതിനകത്ത് അടിച്ചിരിക്കുന്നത്. വെട്ടിക്കളയുക, മേയൊന്നും വേണ്ട അവിടെ. തരിക്കൾ തിങ്ങിയ വനമായാലെന്ത്, മുൾച്ചെടികൾ തിങ്ങിയ ആരണ്യമായാലെന്ത്, മുൾച്ചെടികളും മുൾവൃക്ഷങ്ങളും ഉള്ള കാടായാലെന്ത്, കുട തഴ ചാമരം ഈ വക അലങ്കാരങ്ങൾ തിങ്ങിയ പട്ടണമായാൽ തന്നെ എന്ത്, നഗരമായാലെന്ത്, മഹാനഗരമായാലെന്ത്, എല്ലാം തുല്യം. സർവവ്യാപിയായ ജഗതീശ്വരൻ സകലത്തിലും വ്യാപിച്ചിരുന്നാലും ഒന്നിനോടും സംബന്ധമില്ലാതിരിക്കുന്നത് പോലെ നിസ്സംഗനായി മഹാമുക്തൻ ലോകഭോഗ പറ്റിൽ നിന്ന്, പറ്റ് സംഘം, വിഷയങ്ങളിലുള്ള വിഷയസുഖങ്ങളിലുള്ള സംഘത്തിൽ നിന്ന് ഒഴിഞ്ഞ് ദേശഭേദമില്ലാതെ എല്ലായിടവും ഒരുപോലെ സുഖമായി കണ്ട് ജീവിക്കുന്നു. സുഖത്തിന്റെ താക്കോൽ അവനവന്റെ ഉള്ളിലാണ്. ഭേദദൃഷ്ടി പോകണം. പലതുണ്ട് എന്നുള്ള ചിന്ത തന്നെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവണം. ഒന്നിനെയും ദ്വേഷിക്കരുത്. ആരോടും ഒരു തരത്തിലുള്ള വെറുപ്പ് പോലും, കടുകുമണിയോളം പോലും വെറുപ്പ് ആരോടും ഒന്നിനോടും തോന്നരുത്. എന്തുകൊണ്ട്? നിങ്ങൾ വെറുക്കുന്നതും ഈശ്വരനാണ്. വിശേഷിച്ച് സ്നേഹ കൂടുതലും വേണ്ട. ഒരിടത്ത് സ്നേഹ കൂടുതൽ എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് സ്നേഹക്കുറവ്. സ്നേഹക്കുറവിനെ തന്നെയാണ് നമ്മൾ വെറുപ്പ് എന്ന് പറയുന്നത്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിൽ നമുക്ക് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ ആ രണ്ടാമത് പറഞ്ഞതിനെ സ്നേഹിക്കുന്നു എന്നും ആദ്യം പറഞ്ഞതിനെ വെറുക്കുന്നു എന്നുമാണോ അർത്ഥം. അപ്പൊ ആ ഭേദബുദ്ധിയൊക്കെ പോകണം. സർവത്ര സമദർശനം ശീലിക്കാൻ ശ്രമിക്കണം. അതാണ് ശാശ്വതമായ സുഖത്തിനുള്ള മാർഗം. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. തമ്മൈ അരുളാലറിந்து தாம் அறிந்ததெல்லாம் போய் இம்மை பெருவாழ்வை எய்தினர்க்கு முன்னே நடந்தறிந்த
ബോധ നശിപ്പേ ഇരിക്കും ഇടം പുറം കാടെൻപതിലൈ. ഇല്ലൈ ഇല്ല എന്നുള്ളതിനാണ് തമിഴിൽ ഇലൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലയ്ക്കോ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇല, അതും ഇലൈ തന്നെ. സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം സ്വീകരിക്കണം. തമ്മൈ അരുളാലറിന്ത്. ഈ ജീവൻ മുക്ത പുരുഷന്മാർ എന്താ ചെയ്യുന്നത്? ഈശ്വര കൃപ കൊണ്ട് സ്വയം അറിയുന്നു, തന്റെ സ്വരൂപത്തെ അറിയുന്നു. ഞാൻ ആര് എന്നുള്ള അറിവ് എന്റെ മിടുക്ക് കൊണ്ട് കിട്ടുന്നതല്ല. തികഞ്ഞ ഈശ്വരാനുഗ്രഹം, പുണ്യവിശേഷം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം പേമാരി പോലെ ഒരാളിൽ വർഷിക്കുമ്പോഴാണ് ആത്മജ്ഞാനം ഉണ്ടാവുന്നത്. അത്യപൂർവം, അതിവിരളം. തമ്മൈ അരുളാലറിന്ത്. താൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ള സത്യത്തെ ഈശ്വര കൃപ കൊണ്ട് അറിഞ്ഞ് സാക്ഷാത്കരിച്ച് താൻ അറിന്തതെല്ലാം പോയി. ജീവഭാവത്തിൽ താൻ എന്തിനെയൊക്കെ സത്യമെന്ന് കരുതിയോ അതൊക്കെ പോയി, ഒക്കെ കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു. അഹങ്കാരത്തോടുകൂടി അഹങ്കാര തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്തിനെയൊക്കെ ഉള്ളതായി കരുതിയോ അതൊന്നും അവിടെ ഇല്ല. അതിൻ്റെ സ്ഥാനത്ത് ഏകമായ ബോധം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബോധ്യപ്പെട്ടു. താം അറിന്തതെല്ലാം പോയി. ഇമ്മൈ പെരുവാഴ്വൈ എയ്തിനർക്ക്. ഇമ്മൈ എന്ന് പറഞ്ഞാൽ ഇഹലോകം അല്ലെങ്കിൽ ഈ ജന്മം. ഈ ജന്മത്തിൽ ആത്മസാക്ഷാത്കാരമാകുന്ന മഹത്തര ജീവിതം നയിക്കുന്നവർക്ക്, ആരാണവർ? ജ്ഞാനികൾ, സത്യദർശികൾ. അവർ ഇഹലോകത്തിൽ ശരീരത്തോടു കൂടി തന്നെ ഇരിക്കുമ്പോൾ ആത്മസാക്ഷാത്കാരം നേടി പെരുവാഴ്വ് വാഴുന്നു, മഹത്തരമായ ജീവിതം ജീവിക്കുന്നു. എന്തുകൊണ്ട്? സത്യം പിടികിട്ടി. എത്ര പേർക്ക് ആ സൗഭാഗ്യം കിട്ടുന്നു ലോകത്തിൽ? എത്ര സത്യദർശികളുണ്ട് നമുക്ക് ചുറ്റും? ഒന്നോ രണ്ടോ ഉണ്ടായാൽ ഭാഗ്യം, ബാക്കി എല്ലാവരും കണക്കാം. എല്ലാം ഒരേ ബോട്ടിലെ യാത്രക്കാരാണ്, ഒരേ വഞ്ചിയിലെ യാത്രക്കാരാണ്. ഇമ്മൈ പെരുവാഴ്വ എയ്തിനർക്ക് ഇങ്ങനെ ധന്യമായ ജീവിതം നയിക്കുന്ന മഹാപുരുഷന്മാർക്ക് മുന്നേ നടന്ന് അറിந்த. നടന്ത് എന്ന് പറഞ്ഞാൽ കർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. നേരത്തെ പല കർമ്മങ്ങളും ചെയ്തും അറിந்த, ദ്വൈതത്തെ അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞതും, അദ്വൈത സത്യത്തെ അറിയാതെ, ഒന്നേ ഉള്ളൂ എന്നുള്ള സത്യം അറിയാതെ പല കർമ്മങ്ങളും ചെയ്തും കർമ്മത്തിന്റെ ഫലം നേടിയും ദ്വൈതത്തെ മാത്രം അറിഞ്ഞും അങ്ങനെ കഴിഞ്ഞ ആ സ്ഥിതി ബോധനശിപ്പേ. ബോധനശിപ്പേ എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇപ്പോ ഇങ്ങനെയുള്ള അറിവൊക്കെ നശിച്ചവരായി. ബോധം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മം എന്ന അർത്ഥം എടുക്കണ്ട. ഇങ്ങനെയുള്ള തെറ്റായ ധാരണകളൊക്കെ നശിച്ച്, ബോധനശിപ്പേ, ജീവബോധം നശിച്ച് എന്നർത്ഥം. ബോധനശിപ്പേ ഇരിക്കും ഇടം. ദ്വൈതജ്ഞാനമൊക്കെ അസ്തമിച്ച, നശിച്ച സ്ഥാനമാണ് ആത്മതലം. ആ ആത്മതലത്തിലാണ് അവരുടെ വാസസ്ഥാനം. അവിടെയാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അങ്ങ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ബോധത്തിൽ. നമ്മളെല്ലാവരും ബോധത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല, അവർ അറിയുന്നു. ഇതേ ഉള്ളു വ്യത്യാസം. അറിവിന്റെ കാര്യത്തിലാണ് ആ ഭേദം. ഇരിക്കും ഇടം. അവർക്ക് വാസസ്ഥാനം എന്നൊന്ന് വിശേഷിച്ചില്ല. അങ്ങ് എവിടെയാ താമസിക്കുന്നത്? ഇപ്പോ ഇന്ന സ്ഥലത്ത്. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. നമുക്ക് ഓരോ സമയത്ത് ഓരോ വാസസ്ഥാനം ഇല്ല. നമ്മൾ പെർമനന്റ് അഡ്രസ് ഇങ്ങനെയാണല്ലോ. താൽക്കാലിക മേൽവിലാസവും സ്ഥിരമായ മേൽവിലാസവും രണ്ടെണ്ണമുണ്ട്. ഇവർക്കോ വാസസ്ഥാനം, അവർക്ക് വിശേഷിച്ച് വീടോ കുടിയോ ഒന്നുമില്ല. പോകുന്ന സ്ഥലത്ത് ആരെങ്കിലും അഭയം കൊടുത്താൽ അവിടെ കഴിയും, അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കും, അവിടുന്ന് യാത്രയാവും. ഊരുതണ്ടികൾ. പക്ഷെ അവരനുഭവിക്കുന്നത് പോലുള്ള സുഖമുണ്ടല്ലോ, കോടീശ്വരന്മാർ പോലും അനുഭവിക്കുന്നില്ല. ഇവരെക്കുറിച്ച് രാമതീർത്ഥസ്വാമികൾ എന്താ പറയുന്നത് എന്നറിയാമോ? റെക്ലെസ് ഡ്രൈവേഴ്സ്. റെക്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നും ആലോചിക്കാതെ, മുൻപിൻ ആലോചിക്കാതെ ഈ റോഡിൽ കൂടെ ചിലര് മരണപ്പാച്ചിൽ പായുമല്ലോ, മരണപ്പാച്ചിൽ പായുന്നവരാണ് റെക്ലെസ് ഡ്രൈവേഴ്സ്. പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടി പായുന്നു എന്നുള്ള വ്യത്യാസം ഉണ്ട്. ശ്രദ്ധയോടുകൂടി പോകുന്നവന് മരണപ്പാച്ചിൽ പായാൻ പറ്റില്ല. 100-ലും 120-ലും ഒക്കെ പോകുന്നവന്, സ്പീഡിൽ പോകുന്നവന് എങ്ങനെ ശ്രദ്ധയുണ്ടാവും? കുറുകെ ഏതെങ്കിലും കുട്ടിയോ മൃഗമോ കടന്നു വന്നാൽ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമോ? അപ്പൊ ഈ ജ്ഞാനികൾ, അവർക്ക് നാളെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ല, ഭാവിയെ കുറിച്ചുള്ള ചിന്തയില്ല.
അതുകൊണ്ട് അവര് തലതെറിക്കുന്ന സ്പീഡിൽ പോകുന്നവരാണ്. പക്ഷേ ഉള്ളിൽ ഈ സത്യത്തെ വിടാത്തത് കൊണ്ട് അവര് വളരെ ജാഗ്രതയോടുകൂടെ വണ്ടി ഓടിക്കുന്നു, ശരീരമാകുന്ന വണ്ടി ഓടിക്കുന്നു. They are very very cautious, but at the same time they are reckless. എന്തുകൊണ്ട് റെക്ലെസ് എന്ന് പറഞ്ഞു? നാളെ കുറിച്ച് ചിന്തയില്ല, പദ്ധതികളില്ല, നാളെ എന്താവും ആ ഒരു വിചാരമേ ഇല്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? കോഷ്യസ്, വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം അവർക്ക് പിടികിട്ടി. അതിൽ അവർ ഉണർന്നു വർത്തിക്കുന്നു, ആ സത്യത്തിൽ അവർ ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് അപകടം പറ്റില്ല. ശ്രദ്ധയില്ലാത്തവനാണ് അപകടം പറ്റുക. ശ്രദ്ധ കൊണ്ടാണ് ജ്ഞാനം ഉണ്ടാകുന്നത്, ആണല്ലോ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധ കൊണ്ട് ജ്ഞാനം നേടിയവൻ സദാ ജാഗരൂകനായിരിക്കും, ഉണർന്നു വർത്തിക്കും. പക്ഷെ നാളത്തെ കുറിച്ച് ചിന്തയില്ലാത്തത് കൊണ്ട് തലതെറിക്കുന്ന സ്പീഡിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പോലെയാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പം ബ്രേക്ക് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും? അയ്യോ, ബ്രേക്ക് പോയി, മാറിക്കോ മാറിക്കോ. അപ്പോ ഒന്നിനെ കുറിച്ചും ഭൂതത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ ചിന്തിക്കും കഴിഞ്ഞു പോയതിനെ കുറിച്ച്. ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ട് അതും കാര്യമില്ല. എന്തുകൊണ്ട്? നമ്മുടെ നിയന്ത്രണത്തിലല്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മുന്നേ നടന്നറിந்த ബോധ നശിപ്പേ എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരവും നശിച്ച് ഇരിക്കുമിടം, അവരുടെ വാസസ്ഥാനം, താമസസ്ഥലം, അത് വീടായാലും ശരി, പുറം കാട് 80 ഇലൈ. പുറം കാട് എന്ന് പറഞ്ഞാൽ ഗ്രാമ അതിർത്തിയിലുള്ള കാട്, ചുടുകാട്, ശ്മശാനം, ശവം ദഹിപ്പിക്കുന്ന സ്ഥലം. അവർക്ക് ശ്മശാനവും ആഡംബരങ്ങൾ നിറഞ്ഞ ഐശ്വര്യ സമൃദ്ധമായ മാളികയും തുല്യം. രണ്ടിനും തമ്മിൽ വ്യത്യാസമില്ല. എങ്ങനെയാ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നത്? മനസ്സാണ് പ്രമാണം, മനസ്സാണ് പ്രമാണം. മനസ്സിന് സാധിക്കാത്തതായി ഒന്നുമില്ല. മനുഷ്യന്റെ ഇച്ഛാശക്തി, അതിൻ്റെ മുമ്പിൽ എല്ലാം നിസ്സാരമായി തീരും. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇതൊന്നും ഒരിക്കലും സാധ്യമാകുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിക്കരുത്. ഇടം പുറം കാട് 80 ഇലൈ. അവർക്ക് ചുടുകാട് എന്ന് പറയുന്നതും വീട് എന്ന് പറയുന്നതും ഒക്കെ സമം. തത്വങ്ങളെ നേര് ചെയ്ത് നീക്കി പിന്നീട് ഉദയമാകുന്ന അരുൾ പരാദർശനങ്ങളും കടന്ന്, അഹങ്കാരത്തെ കടന്നാൽ പിന്നെ ഒരു സാക്ഷിഭാവം എന്ന് പറഞ്ഞു, ആ അവസ്ഥയും ഒക്കെ കടന്ന് തൻ്റെ പരമാർത്ഥം അരുൾ സഹായത്താൽ അറിഞ്ഞ്, ഈശ്വര കൃപ കൊണ്ടാണ് താൻ ബ്രഹ്മമാണ് അല്ലെങ്കിൽ ഈശ്വര തത്വമാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ അറിഞ്ഞ് ഉണർന്നവർക്ക് അറിവ് കൊണ്ട് ഉണർവാണ് സംഭവിക്കുന്നത്. ഉണരുന്നു. അതുവരെ അജ്ഞാന നിദ്രയിൽ കഴിയുകയായിരുന്നു, ഉറങ്ങിക്കിടക്കുകയാണ് അജ്ഞാനമാകുന്ന ഇരുട്ടിൽ. ഇപ്പോ ഉണർവ് സംഭവിക്കുന്നു. അറിഞ്ഞുണർന്നവർക്ക് ഇരുന്ന് ആനന്ദിക്കാനുള്ള ഇടം, ജീവബോധം വീണ്ടും ഉണരാത്ത വിധത്തിൽ അഭ്യസിക്കപ്പെട്ട വാസനാനിരാസമല്ലാതെ ബാഹ്യസന്യാസത്തിനായി മാത്രമുള്ള പൊതുമണ്ഡപമോ വനാന്തരമോ അല്ല. ബാഹ്യസന്യാസത്തിൽ എന്താ? ഇത് രണ്ടിനെയുമാണ് വിടുന്നത്. വീട് വിടും, സുഖഭോഗങ്ങളെയൊക്കെ ഉപേക്ഷിക്കും, വർണ്ണശബളമായ വസ്ത്രങ്ങളൊന്നും ധരിക്കില്ല, കീറിയ മുഷിഞ്ഞ അല്ലെങ്കിൽ ഒരു കാവ്യ വസ്ത്രം ഇതൊക്കെയാണ് ധരിക്കുക. ഇവർ വാസനകളെയൊക്കെ ഉള്ളിൽ നിന്ന് നീക്കി ഉള്ളുകൊണ്ട് സന്യാസികളായി തീർന്നിരിക്കുന്നു. ഉള്ളിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഭേദചിന്തയില്ല. അവർക്ക് ബാഹ്യ സന്യാസികൾ ആശ്രയിക്കുന്ന പൊതുമണ്ഡപമോ വനാന്തരമോ ചുടുകാടോ ഒന്നും പ്രശ്നമല്ല, എല്ലാം തുല്യം. അതായത് മുക്തന്മാർ ജീവബോധം വീണ്ടും ഉയരാനിടയില്ലാത്ത നില എപ്പോഴും പാലിക്കുന്നു എന്ന് താത്പര്യം. ജീവബോധം വീണ്ടും ഉയരാനിടയില്ലാത്ത നിലയാണ് ബ്രഹ്മസ്ഥിതി. അതിൽ നിന്ന് ഈ അഹങ്കാരം പിന്നീട് പൊന്തുകയില്ല. ആ ശാശ്വതമായ സത്യത്തിൽ അഹന്തയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തി ആ ആത്മസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നവരാണ് ജീവൻ മുക്തന്മാർ. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.